ലൈവില് ഋഷിയും അൻസിബയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള അവരുടെ ടോപ്പിക് 2 ദിവസമായിട്ട് നോറ തന്നെയാണ്. നോറയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ അപ്സരയെക്കുറിച്ചും പറയുന്നുണ്ട്. ഗെയിമിന് വേണ്ടിയിട്ട് ഒരാൾ ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിൽ അപ്സരയെയും പറയുന്നുണ്ട്. അപ്സര ഒരാളെ ഫ്രണ്ടായിട്ട് കൂടെ കൂട്ടുന്നു, എന്നിട്ട് ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുന്നു. എന്നിട്ട് ആ ഒരാൾ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ അത് രഹസ്യമായി അയാളെ പറഞ്ഞു മനസ്സിലാക്കാനും ചൂണ്ടിക്കാണിക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ പരസ്യമായി അയാളെ അപമാനിക്കാനല്ല എന്നാണ് ഋഷി പറയുന്നത് അപ്സരയെ കുറിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം അവർ ജാസ്മിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ജാസ്മിനെ കുറിച്ച് പറയുന്നത് ഋഷിയാണ്. പുറത്തൊരാൾ ഉണ്ടായിട്ടും അകത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് ജാസ്മിനെ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ ഋഷി ചോദിക്കുന്നത്. അവിടെ റാങ്കിങ് ടാസ്ക് നടന്ന സമയത്ത് അവിടെ ജാസ്മിനെ എതിർത്തുകൊണ്ട് ഞാൻ സംസാരിച്ചതും അത് തന്നെയായിരുന്നു എന്ന് ഋഷി അവിടെ പറയുന്നുണ്ട്. പുറത്തേക്ക് ഞാനൊരു റോങ് മെസ്സേജും കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത്. അത് അവളെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവൾ പുറത്തേക്ക് കൊടുത്തോണ്ടിരുന്നത് ഒരു റോങ് മെസ്സേജ് ആണെന്നാണ് ജാസ്മിനെ കുറിച്ച് അവിടെ ഋഷി പറയുന്നത്. അവരെന്തായാലും ഓരോരുത്തരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കുകയാണ്. പ്രധാനമായിട്ട് നോറയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നോറയുടെ ഗെയിമും നോറ അവിടെ കാണിച്ചു കൂട്ടുന്നതും വീട്ടുകാരെ വെച്ച് ഗെയിം കളിച്ചതും ഒക്കെയാണ് പറയുന്നത്. കൂട്ടത്തിൽ അപ്സരയെക്കുറിച്ചും ജാസ്മിനെ കുറിച്ചും പറഞ്ഞ വാചകങ്ങളാണിത്. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ജാസ്മിൻ അവിടെ കളിച്ചത് ഗെയിം എന്ന് പറയുന്നത് ഗബ്രിയുമായിട്ടുള്ള ആ ഒരു ടോപ്പിക്, അത് വീട്ടിലുള്ള എല്ലാവർക്കും എതിർപ്പുള്ളൊരു കാര്യം തന്നെയാണ്. പുറത്തുള്ള ജനങ്ങൾ അതിൽ കൂടുതൽ എതിർക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പുറത്ത് വിവാഹം ഉറപ്പിച്ചതിന് ശേഷം എങ്ങനെ ഈ പെൺകുട്ടിക്ക് അകത്ത് വന്ന് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ചോദ്യം പുറത്ത് ജനങ്ങൾ ചോദിക്കുന്ന സെയിം ചോദ്യം തന്നെയാണ് ഋഷി അവിടെ ചോദിച്ചതും.